പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ഭാഗം മെത്തേഡ്സ് ഓഫ് കോളിംഗ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ കോളിംഗ് മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് യൂസർ ഡിഫൈൻ ഫങ്ഷൻ്റെ ഭാഗത്താണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് ഒരു പ്രോഗ്രാം ഒരു യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ എഴുതാമെന്നുള്ളതും ആ യൂസർ ഡിഫൈൻ ഫങ്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻ ഫങ്ഷൻ സ്വയം എക്സിക്യൂട്ട് ചെയ്യില്ല. ആ യൂസർ ഡിഫൈൻ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനെ മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിൽ കോൾ ചെയ്യണം. അപ്പോൾ അവിടെ ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ നമ്മൾ ആ യെല്ലോ കളറിൽ കാണുന്ന കോഡ് സെഗ്മെൻറ്റ് യൂസർ ഡിഫൈൻ ഫങ്ഷൻ ഡിഫൈൻ ചെയ്തതാണ്. ആ ഗ്രീൻ കളറിൽ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ഈ ഗ്രീൻ കളറിൽ കാണുന്ന കോഡ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ആ യൂസർ ഡിഫൈൻ ഫങ്ഷനെ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പിലുള്ള ആർഗ്യുമെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഡെഫിനിഷനിലുള്ള ആർഗ്യുമെൻറ്റിനെ ഫോർമൽ ആർഗ്യുമെൻറ്റും ഫങ്ഷൻ കോൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിലുള്ള ആർഗ്യുമെൻറ്റിനെ ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ഈ ഫങ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞത്, പ്രോഗ്രാം കൺട്രോൾ നേരെ എവിടേക്ക് പോകുമെന്ന് പറഞ്ഞു, യൂസർ ഡിഫൈൻ ഫങ്ഷനിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ആ സമയത്ത് ഒറിജിനൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ നിന്ന് വാല്യൂ എവിടേക്ക് പാസ് ചെയ്യാണ്? ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്ന ഫങ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റിലുള്ള വാല്യൂ എവിടേക്ക് പാസ് ചെയ്യാണ്? ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫങ്ഷൻ കോളിംഗ് മെത്തേഡ്സിനെ രണ്ട് കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യാം. എന്ന് പറയുമ്പോൾ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ആ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫങ്ഷൻ കോളിംഗ് മെത്തേഡ്സിനെ രണ്ട് കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് പാസിംഗ് ആർഗ്യുമെൻറ്റ്സ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൺട്രോൾ ഇങ്ങോട്ട് വരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട്, ഇവിടേക്ക് ഫങ്ഷൻ ഡെഫിനിഷനിലേക്ക് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഫങ്ഷൻ കോളിംഗ് മെത്തേഡ്സിനെ എത്ര കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യാം? രണ്ട് കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യാം. ഈ ഭാഗമാണ് നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. അത് ഏതൊക്കെയാണ് ആ രണ്ട് കാറ്റഗറി, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് കോൾ ബൈ വാല്യൂ മെത്തേഡ്. ആ കോൾ ബൈ വാല്യൂ എന്നുള്ള അതിനെ വേറൊരു പേരും കൂടെ പറയപ്പെടും, പാസ് ബൈ വാല്യൂ. കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞാലും പാസ് ബൈ വാല്യൂ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ കോൾ ബൈ വാല്യൂ മെത്തേഡ്, അതല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ മെത്തേഡ്. രണ്ടാമത്തത് കോൾ ബൈ റഫറൻസ് മെത്തേഡ്. അതിന് വേറൊരു പേരാണെന്ത്? പാസ് ബൈ റഫറൻസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഈ ഫങ്ഷൻ കോൾ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ കോൾ ബൈ വാല്യൂ എന്നുള്ള മെത്തേഡിലായിരിക്കും, അല്ലെങ്കിൽ കോൾ ബൈ റഫറൻസ് എന്നുള്ള മെത്തേഡിലായിരിക്കും. ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ ഫങ്ഷൻ കോൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെ എക്സിക്യൂഷനും അല്ലെങ്കിൽ അതിൻ്റെയുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. രണ്ടും ഒരേപോലെ അല്ല ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത്. അതിൻ്റെ സ്ട്രക്ചറിൽ, കൺസെപ്റ്റിൽ വ്യത്യാസമുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമുക്കിന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അതിലെ ഒന്നാമത്തെ കോൾ ബൈ വാല്യൂ, അതിന് പറഞ്ഞ വേറെ പേരാണെന്ത്? പാസ് ബൈ വാല്യൂ മെത്തേഡ്. ഇവിടെ നമ്മൾ ഈ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രോഗ്രാം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് കോഡില്ല, ഒരു കോഡ് സെഗ്മെൻറ്റ്. അവിടെ ആ യെല്ലോ കളറിൽ കാണുന്നതാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ വൈറ്റ് കളറിൽ കാണുന്ന കോഡ് സെഗ്മെൻറ്റ് മെയിൻ ഫങ്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ്, മെയിൻ ഫങ്ഷൻ ഡെഫിനിഷനാണ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇവിടെ യൂസർ ഡിഫൈൻ ഫങ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫങ്ഷൻ്റെ പേര് ചേഞ്ച്, പിന്നെ റിട്ടേൺ ടൈപ്പ് നോക്കിയ വോയിഡ്,
എന്ന് പറയുമ്പോൾ എന്താ, ഈ ഫംഗ്ഷൻ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. പിന്നെ ഒരു ആർഗ്യുമെൻ്റ് ഉള്ളൂ, ഏത് ടൈപ്പിലുള്ള, ഇൻറ്റിജർ ടൈപ്പിലുള്ള. അപ്പോൾ അതുകൊണ്ട് ആർഗ്യുമെൻ്റ് എന്താ പേര് പറയുക, ഫോർമൽ ആർഗ്യുമെൻ്റ് അല്ലേ. ഇനി ഇവിടെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത് ഈ കോഡിൽ. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്ന തന്നെയാണ് എന്താ, എന്നിലെ വാല്യൂ 1, എന്നിൽ എന്താണോ ഇപ്പോൾ വാല്യൂ ഉള്ളത് അതിനോട് കൂടി 1 ആഡ് ചെയ്തിട്ട് എന്നിൽ തന്നെ സ്റ്റോർ എന്ന് പറയുമ്പോൾ എന്താ, എന്നിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു, ഒന്ന് വെച്ച് ഒരു വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. എന്നിട്ട് ആ വാല്യൂ എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്യാണ്. അവിടെ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പ്രിൻറ്റിങ് നടത്തുന്നത്. ആ എന്നിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്തതോടുകൂടി ഇത് കോഡ് കഴിയും. ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ അവിടെ അവസാനിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുക, ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നേരെ വീണ്ടും എന്ത് സമയം പ്രോഗ്രാം കോഡ് ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മളിവിടെ ഈ മെയിൻ ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ, അവിടെ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിലേക്ക് 20 എന്നുള്ള വാല്യൂ കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് ഈ ചേഞ്ച് ആർഗ്യുമെൻ്റ് എക്സ്, ഇതാണ് നമ്മളെ ഫംഗ്ഷൻ്റെ പേരാണ് ചേഞ്ച്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്താ പറയുക, ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നേരെ പ്രോഗ്രാം കൊണ്ടോട് വരും, യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലേക്ക് വരും. അപ്പോൾ അതോടുകൂടി എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ എക്സിലെ വാല്യൂ അതിൻ്റെ കൂടെ പാസ് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഈ എക്സിനെ നമ്മൾ എന്താ പറയുക, ആക്ച്വൽ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻ്റ് എന്നല്ല, അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ എക്സിലെ വാല്യൂ എവിടേക്ക് പാസ് ചെയ്യും, ഈ എന്ന് പറയുന്ന ഇൻറ്റിജറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ എക്സിൽ ഇപ്പോൾ എന്താ വാല്യൂ ഉള്ളത്, 20 ആണ്. അപ്പോൾ 20 എന്നുള്ള വാല്യൂ എവിടേക്ക് വരും, എന്നിലേക്ക് വരും. അപ്പോൾ എന്നിൽ ഇപ്പോൾ എന്തുണ്ട്, 20 ഉണ്ട്. ഇനി ഇവിടെ നിന്ന് എന്താ സംഭവിക്കുക, എന്നിലിപ്പോൾ 20 ആണുള്ളത്, 20നോട് കൂടി 1 കൂട്ടി 21 ആയി. 21 എന്നുള്ള വാല്യൂ എവിടെ സ്റ്റോർ ചെയ്തു, എന്നിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ എന്നിൻ്റെ വാല്യൂ n = 21 എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞതോടുകൂടി എന്ത് സംഭവിക്കുക, ഇനി ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ ഫംഗ്ഷനിൽ, യൂസർ ഡിഫൈൻ ഫംഗ്ഷനിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കുക, നേരെ പ്രോഗ്രാം കൺട്രോൾ ഇവിടെ വരും. ഇവിടെ എന്താ, x=എക്സിലെ വാല്യൂ പ്രിൻ്റ് ചെയ്യും അല്ലേ. സി ഔട്ട് x= എന്നുള്ള ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്തിട്ട് പിന്നെ എക്സിൽ എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും സംഭവിക്കും, ഇവിടെ ഈ പ്രോഗ്രാം കൂടെ എന്താണുള്ളത് ചെയ്യുന്നത്, ഫോർമൽ ആർഗ്യുമെൻറ്റിലെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ഫോർമൽ ആർഗ്യുമെൻറ്റിലെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ട്, ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂവിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ആ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ഫംഗ്ഷനിൽ എന്താ ഉള്ളത്, ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂവിനെ അതേപോലെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതാണ് ഈ കോഡ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നത് കോൾ ബൈ വാല്യൂ എന്നുള്ള കൺസെപ്റ്റിലും ആണെങ്കിലും കോൾ ബൈ റെഫറൻസ് എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിലും ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരേപോലെ അല്ല വരിക. അവിടെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കോഡിൻ്റെ എക്സിക്യൂഷൻ്റെ കൺസെപ്റ്റ് മനസ്സിലായില്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തേതാണെന്ത്, കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ എന്നുള്ള മെത്തേഡ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത്, ഇൻ ദിസ് മെത്തേഡ് the value contained in the actual argument is passed to the formal argument. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഈ ആർഗ്യുമെൻ്റ് എവിടേക്ക് പാസ് ചെയ്യാണ്, ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് എക്സ് എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ എന്ന് പറയുന്ന വേറൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ഇത് കൺസെപ്റ്റിൽ കോൾ ബൈ വാല്യൂ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഇവിടെ എക്സ് എന്ന് പറയുന്നൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അതേപോലെ വേറൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, എന്ത് എൻ എന്ന് പറയുന്നൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ ഈ കോൾ ബൈ വാല്യൂ എന്നുള്ള മെത്തേഡാണെങ്കിൽ ഈ ആർഗ്യുമെൻ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അതല്ലേ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റിലുള്ള വാല്യൂ മാത്രമാണ് എവിടേക്ക് പാസ് ചെയ്യുന്നത്, എന്നിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ 2 സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റ് ഇതിലേക്ക് ഈ കോൾ ബൈ വാല്യൂ എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഈ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന, ഇവിടെ നമ്മൾ വേണമെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയാം അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻ്റ് എന്ന് പറയാം, അതിപ്പോൾ എക്സ് ആണല്ലോ. ഈ എക്സിലെ
വാല്യൂ മാത്രമാണ് എവിടേക്ക് പാസ് ചെയ്യുന്നത്, എന്നിലേക്ക് പാസ് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ വാല്യൂ കണ്ടെയ്ൻഡ് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെന്റ് ഈസ് പാസ്ഡ് ടു ദ ഫോർമൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദാറ്റ് ഈസ് എ കോപ്പി ഓഫ് ദ ആക്ച്വൽ ആർഗ്യുമെന്റ് ഈസ് പാസ്ഡ് ടു ദ ഫംഗ്ഷൻ. ഇതിൻ്റെ ഒരു കോപ്പി മാത്രമേ അങ്ങോട്ട് പാസ് ചെയ്യുന്നുള്ളൂ. ഈ മെമ്മറിയിലുള്ളപ്പോൾ എക്സ് എന്ന് പറയുന്ന മെമ്മറിയിൽ ഇപ്പോൾ 20 ഉള്ളത്. ആ 20 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടേക്ക് പാസ് ചെയ്യുന്നത്, എന്നിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, എക്സ് എന്ന് പറയുന്ന മെമ്മറിയിൽ ഇപ്പോൾ 20 ഉണ്ട്, എൻ എന്ന് പറയുന്ന മെമ്മറിയിൽ ഇപ്പോൾ 20 ഉണ്ട്. ഈ എക്സ് എന്ന് പറഞ്ഞത് ആക്ച്വൽ ആർഗ്യുമെൻ്റ് ആണ്, എൻ എന്ന് പറഞ്ഞത് ഫോർമൽ ആർഗ്യുമെൻ്റാണ്. ഇപ്പോൾ രണ്ട് ആർഗ്യുമെൻറ്റിൽ എന്തുണ്ട്, 20 എന്നുള്ള വാല്യൂ ഉണ്ട്. ഇനി ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ് മോഡിഫൈ ചെയ്യുന്നില്ലേ, ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്നിൻ്റെ വാല്യൂ 1 അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂനോട് കൂടി 1 കൂട്ടിയിട്ട് എൻ എന്ന് പറയുന്ന വേരിയബിൾ തന്നെ സ്റ്റോർ ചെയ്യാണ്. അപ്പോൾ അവിടെ അപ്ഡേഷൻ നടക്കുന്നുണ്ട്, മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 21 ആവുന്നുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. ഇവിടെ വരുമ്പോൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ എക്സിൽ 20 ആണ്, ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ എക്സിലും 20 ഉണ്ട്, എന്നിലും 20 ഉണ്ട്. ഇനി ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്, ഈ ഫോർമൽ ആർഗ്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, മോഡിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ആ മോഡിഫൈ ചെയ്യുമ്പോൾ ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ ആ മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കില്ല, ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നിലെ വാല്യൂ 21 ആയി, എന്നിലെ വാല്യൂ 21 ആവുമ്പോൾ തന്നെ അപ്പോൾ എക്സിലെ വാല്യൂ എത്ര ആവുള്ളൂ, 20 ആവുള്ളൂ, അത് മാറൂല. എന്നിലെ വാല്യൂ 21 ആയി, പക്ഷേ എക്സിലെ വാല്യൂ എത്ര ആവുള്ളൂ, 20 തന്നെ ആവുള്ളൂ. കാരണം എക്സ് എന്നുള്ളത് ഒരു മെമ്മറി ലൊക്കേഷനാണ്, വൈ എന്നുള്ളത് എൻ എന്നുള്ളത് വേറൊരു മെമ്മറി ലൊക്കേഷനാണ്. ഇവിടെ ഈ എക്സ് എന്ന് പറയുന്ന ആക്ച്വൽ ആർഗ്യുമെൻറ്റിലുള്ള വാല്യൂ മാത്രമേ ഇവിടേക്ക് പാസ് ചെയ്യുന്നുള്ളൂ, എന്നിലേക്ക് പാസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നിലെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കില്ല, ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കില്ല. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് വേണമെങ്കിൽ പറയാമേ, ഇവിടേക്ക് 20 എന്നുള്ള വാല്യൂ ഇവിടേക്ക് പോന്നു, എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി, 21 ആയി. അപ്പോൾ എന്നിട്ട് ആ 21 n = 21 എന്നാണ് പ്രിൻ്റ് ചെയ്യുക അവിടെ അല്ലേ. അത് കഴിഞ്ഞ് നേരെ പ്രോഗ്രാം കൺട്രോൾ ഇങ്ങോട്ട് വരും, ഇവിടെ വന്നിട്ട് എക്സിലെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ, x = 20 എന്നേ വരുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിലുള്ള മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കില്ല, ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കില്ല. അതാണ് ഏത് കോളിംഗ് മെത്തേഡിൻ്റെ പ്രത്യേകത, കോൾ ബൈ വാല്യൂ എന്നുള്ള മെത്തേഡിൻ്റെ പ്രത്യേകത. ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കില്ല, ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കില്ല. അത് കാരണം എന്താ, രണ്ടും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷനാണ്. ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു കോപ്പി മാത്രമാണ്, അതിലുള്ള വാല്യൂ മാത്രമാണ് ഇവിടേക്ക് പാസ് ചെയ്യുന്നത്, ആക്ച്വൽ ആർഗ്യുമെൻറ്റിലുള്ള വാല്യൂ മാത്രമാണ് ഇവിടേക്ക് പാസ് ചെയ്യുന്നത്, ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഈ ഫംഗ്ഷനിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്ത് ആ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെമ്മറിയിലേ മാറ്റം വരുള്ളൂ. ആ മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കില്ല, ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കില്ല. അപ്പോൾ ഈ കോഡ് ഇതിൻ്റെ ഔട്ട്പുട്ട് രണ്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. n = പിന്നെ എന്നിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാണ്ട്, പിന്നെ x = എക്സിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യാണ്ട്. അപ്പോൾ എന്താ പ്രിൻറ്റിങ് വരിക, n = 21 എന്നും വരും, x = 0 എന്നും വരും, x = 20 എന്നും വരും. അതാണ് നമുക്ക് അവിടെ അടുത്ത പോയിൻ്റായിട്ട് പറയാനുള്ളത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ആയതുകൊണ്ട് ഇഫ് ദ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഈസ് മോഡിഫൈഡ് വിത്തിൻ ദ ഫംഗ്ഷൻ, ഈ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഇവിടെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആ ഫോർമൽ ആർഗ്യുമെൻറ്റ് മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ വാല്യൂ മാറുക, അത് അപ്ഡേറ്റ് ഇൻക്രിമെൻ്റ് ആണെങ്കിലും വേണ്ടില്ല, ഡിക്രിമെൻ്റ് ആണെങ്കിലും വേണ്ടില്ല, ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് ഏതിനെ ബാധിക്കില്ല, ഒറിജിനൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കില്ല. ദ ചേഞ്ച് ഈസ് നോട്ട് റിഫ്ലക്റ്റ് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് അറ്റ് ദ കോളിംഗ് പ്ലേസ്. ഈ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കില്ല.
അതാണ് ഏത് മെത്തേഡിൻ്റെ പ്രത്യേകത? കോൾ ബൈ വാല്യൂ എന്നുള്ള മെത്തേഡിൻ്റെ പ്രത്യേകത. അടുത്ത മെത്തേഡ് അങ്ങനെയല്ല, അത് ബാധിക്കും. അതാണ് നമുക്കിനി പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് പറയുമ്പോൾ എങ്ങനെയാണ്? n = 21 പിന്നെ x = 20 ഇങ്ങനെയാണ് വരിക. ഇതാണ് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ എന്നുള്ള മെത്തേഡ്. ഇതിന് വേറൊരു കൺസെപ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ ഈ മെയിൻ ഫംഗ്ഷനെല്ലാം ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ എക്സിലെ വാല്യൂ 20. അപ്പോൾ എന്നിൽ വാല്യൂ ഇല്ല, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഇതല്ലേ ഫംഗ്ഷൻ കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ എക്സിലെ വാല്യൂ 20, അപ്പോൾ എന്നിൽ എംറ്റി. ഇനി ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഈ 20 എന്നുള്ള വാല്യൂ ആണ് എന്നിലേക്ക് പോണത്. ആ സമയത്ത് എന്താ? എക്സിൽ 20 ആണ്, എന്നിൽ 20 ആണ്. ഇനി ഫംഗ്ഷൻ എക്സിക്യൂഷന് ശേഷം ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്നിലെ വാല്യൂ 21 ആവും. പക്ഷെ അപ്പോൾ എക്സിലെ വാല്യൂ എത്ര ആവുള്ളൂ? 20 തന്നെ ആവുള്ളൂ. അപ്പോൾ ഫോർമൽ ആർഗ്യുമെന്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കില്ല? ആക്ച്വൽ ആർഗ്യുമെന്റിനെ അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെന്റിനെ ബാധിക്കില്ല. ഏത് ടൈപ്പിലുള്ള ഫംഗ്ഷൻ കോളിൽ? കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ എന്നുള്ള മെത്തേഡിൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എക്സാമ്പിളൊക്കെ പറഞ്ഞത് ഈ മെത്തേഡേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ നമ്മളൊരു പോയിന്റും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞ നമ്മളെ നേരത്തെ അവസാനം പറഞ്ഞ പോയിന്റില്ലേ, ഒന്നും കൂടെ ഇവിടെ പറയാണ്. ഇഫ് ദ ഫോർമൽ ആർഗ്യുമെന്റ് ഈസ് മോഡിഫൈഡ് വിത്തിൻ ദ ഫംഗ്ഷൻ. ഈ ഫോർമൽ ആർഗ്യുമെന്റ് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള വാല്യൂ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്നിലെ വാല്യൂ 20 ആണ്. അതിനുശേഷം ഇവിടെ വന്നിട്ട് ആ ഫോർമൽ ആർഗ്യുമെന്റ് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ചേഞ്ച് ഏതിൽ റിഫ്ലക്റ്റ് ആവില്ല? ആക്ച്വൽ ആർഗ്യുമെന്റിൽ റിഫ്ലക്റ്റ് ആവില്ല. ദ ചേഞ്ച് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെന്റ് അറ്റ് കോളിംഗ് പ്ലേസ്. ഇതിൽ മാറ്റം വരില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് കോൾ ബൈ റെഫറൻസ്, പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. ഇവിടെ പ്രത്യേകത ഫോർമൽ ആർഗ്യുമെന്റിനും ആക്ച്വൽ ആർഗ്യുമെന്റും ഒരേ മെമ്മറി ലൊക്കേഷനാണ്. എന്ന് പറയുമ്പോൾ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ഷെയർ ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഫോർമൽ ആർഗ്യുമെന്റ് ചെയ്യുന്നത്. ആ മെമ്മറി മൊത്തം അങ്ങ് പാസ് ചെയ്യാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ ആർഗ്യുമെന്റിന്റെ അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ റെഫറൻസ് എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ അങ്ങ് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. എവിടേക്ക്? ഫോർമൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ കോളിങ്ങിലേക്ക് അല്ലെങ്കിൽ ഫോർമൽ ആർഗ്യുമെന്റിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മെമ്മറി തന്നെ 2 പേരിൽ അറിയപ്പെടും. ഒന്നുകൂടെ പറയാം. ഈ മെത്തേഡിൽ കോൾ ബൈ റെഫറൻസ് എന്നുള്ള മെത്തേഡിൽ കോൾ ബൈ റെഫറൻസ് എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ ഒറിജിനൽ ആർഗ്യുമെന്റിന്റെ അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യാണ് ആര് ചെയ്യുന്നത്? ഫോർമൽ ആർഗ്യുമെന്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് വേറൊരു വിധത്തിൽ പറയാം, ഒരു മെമ്മറി തന്നെ 2 പേരിൽ അറിയപ്പെടുക. ഒരു മെമ്മറി ലൊക്കേഷൻ തന്നെ 2 പേരിൽ അറിയപ്പെടും. ഒറിജിനൽ ആർഗ്യുമെന്റിന് ഒരു വേരിയബിളിന്റെ പേരുണ്ടാവില്ലേ? അതേപോലെ തന്നെ ഫോർമൽ ആർഗ്യുമെന്റിന് ഒരു വേരിയബിളിന്റെ പേരുണ്ടാവില്ലേ? ആ 2 വേരിയബിളും ഒരൊറ്റ മെമ്മറി ലൊക്കേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഫോർമൽ ആർഗ്യുമെന്റിൽ ഫംഗ്ഷന്റെ അവിടെ ഫംഗ്ഷൻ കോളിങ്ങിന്റെ അവിടെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫോർമൽ ആർഗ്യുമെന്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കും? ഒറിജിനൽ ആർഗ്യുമെന്റിനെ അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റിനെ ബാധിക്കും ഇവിടെ. അതാണ് കോൾ ബൈ റെഫറൻസിന്റെ പ്രത്യേകത. അതാണ് ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. when an argument is passed by reference, ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നതെങ്കിൽ ദ റെഫറൻസ് ഓഫ് ദ ആക്ച്വൽ ആർഗ്യുമെന്റ് ഈസ് പാസ്ഡ് ടു ദ ഫംഗ്ഷൻ.
റഫറൻസ് എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ, ആ മെമ്മറിയുടെ ലൊക്കേഷൻ ഇല്ലേ, ആ ലൊക്കേഷനാണ് എവിടേക്ക് പാസ് ചെയ്യുന്നത്, ആ ഫംഗ്ഷനിലേക്ക് തന്നെ പാസ് ചെയ്യുന്നത്. ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റിൻ്റെ റഫറൻസ് എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ, ആ ലൊക്കേഷൻ തന്നെയാണ് എവിടേക്ക് പാസ് ചെയ്യുന്നത്, ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആസ് എ റിസൾട്ട് the memory location allocated to the actual argument will be shared by the formal argument. ആക്ച്വൽ ആർഗ്യുമെൻറ്റിന് അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യാണ് ആര് ചെയ്യുന്നത്, ഫോർമൽ ആർഗ്യുമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ ഫോർമൽ ആർഗ്യുമെൻറ്റിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതിനെ ബാധിക്കും, ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കും. ആകെ ഒരു ലൊക്കേഷനല്ലേ ഉള്ളൂ, ആ ഒരൊറ്റ ലൊക്കേഷൻ തന്നെ രണ്ട് പേരിൽ അറിയപ്പെടുക. അറ്റ് എ ടൈമിൽ ഒരു ലൊക്കേഷനിൽ ഒരു വാല്യൂ ഇല്ലേ, ഒരു മെമ്മറി ലൊക്കേഷനിൽ ഒരു വാല്യൂ അല്ലേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കും, ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കും. ഏത് മെത്തേഡിലാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതെങ്കിൽ, കോൾ ബൈ റഫറൻസ് എന്നുള്ള മെത്തേഡിലാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതെങ്കിൽ. സോ ഇഫ് ദ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഈസ് മോഡിഫൈഡ് വിത്തിൻ ദ ഫംഗ്ഷൻ, ദ ചേഞ്ച് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് അറ്റ് ദ കോളിംഗ് പ്ലേസ്. അപ്പോൾ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ എവിടെ റിഫ്ലക്റ്റ് ചെയ്യും, ആക്ച്വൽ ആർഗ്യുമെൻറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഇത് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിനി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നമ്മൾ റഫറൻസ് വേരിയബിളാണ് ഉപയോഗിക്കുക. എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഫോർമൽ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ റഫറൻസ് വേരിയബിളാണ് കൊടുക്കുക ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി. In call by reference method, we use reference variable as formal parameter. For parameter എന്ന് പറഞ്ഞാലും ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ പുതിയൊരു കൺസെപ്റ്റ് റഫറൻസ് വേരിയബിൾ. കോൾ ബൈ റഫറൻസ് എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ഹെഡറിൽ നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റ് കൊടുക്കില്ലേ, ആ ഫോർമൽ ആർഗ്യുമെന്റ് എന്തായിട്ടാണ് കൊടുക്കുക, റഫറൻസ് വേരിയബിൾ ആയിട്ടാണ് കൊടുക്കുക. അപ്പം ഇനി എന്താണ് റഫറൻസ് വേരിയബിൾ എന്നുള്ളതൊരു കൺസെപ്റ്റ് ആദ്യം നമ്മൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. എ റഫറൻസ് വേരിയബിൾ ഈസ് ആൻ ഏലിയാസ് നെയിം ഓഫ് അനദർ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ മറ്റൊരു പേര്, ഒരു വേരിയബിളിനെ വേറൊരു പേരിൽ അറിയപ്പെടുക, അതാണ് റഫറൻസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഇപ്പം നമ്മൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റിൻ്റെ മെമ്മറി ലൊക്കേഷൻ ആർക്ക് കൊടുക്കുകയാണ്, ഫോർമൽ ആർഗ്യുമെൻറ്റിന് കൊടുക്കല്ലേ. അപ്പോൾ അവിടെ രണ്ട് വേരിയബിൾ വരുന്നില്ലേ, ഫോർമൽ ആർഗ്യുമെൻറ്റിൻ്റെ അവിടെ വേരിയബിൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ അവിടെയും വേരിയബിൾ വരും. അപ്പോൾ ശരിക്കുള്ള പേര് ആ മെമ്മറി ലൊക്കേഷൻ്റെ ശരിക്കുള്ള പേര് ഏതിൻ്റെ പേരായിരിക്കും, ഒറിജിനൽ ആർഗ്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ പേരായിരിക്കും. അത് വേറൊരു പേരിലും കൂടെ അറിയപ്പെടും. ഏത് പേരിൽ, ഫോർമൽ ആർഗ്യുമെൻറ്റിൽ കൊടുത്ത പേരിൽ. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സിനിമയുടെ പേര് നമ്മൾ സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറഞ്ഞാൽ എന്താ, സാഗർ എന്ന് ആളുടെ പേര് സാഗർ എന്ന്, അയാൾ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, എന്താ, ജാക്കി. ഈ രണ്ടും ഒരാൾ തന്നെയാണ്. അനദർ നെയിം ആൾസോ നോണാസ് എന്നൊക്കെ പറയില്ലേ, ഒരാൾ തന്നെ രണ്ട് പേരിൽ അറിയപ്പെടുക, ഒരു മെമ്മറി തന്നെ രണ്ട് പേരിൽ അറിയപ്പെടുക. അതാണ് എന്ത്, റഫറൻസ് വേരിയബിൾ. ഈ റഫറൻസ് വേരിയബിൾ ഈസ് ആൻ ഏലിയാസ് നെയിം ഓഫ് അനദർ വേരിയബിൾ. ഇനി ഈ റഫറൻസ് വേരിയബിൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് വേറെ പേരിൽ അറിയപ്പെടുക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്താണ്, റഫറൻസ് വേരിയബിളിന് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവില്ല. റഫറൻസ് വേരിയബിളിന് സെപ്പറേറ്റ് ആയിട്ടൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവില്ല. അത് ഏതിൻ്റെ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യാണ് ചെയ്യുക, ഒറിജിനൽ ആർഗ്യുമെൻറ്റിൻ്റെ, ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ, അല്ലെങ്കിൽ വേറൊരു വേരിയബിളിൻ്റെ രണ്ടാമത്തെ പേരാണ്, വേറൊരു വേരിയബിളിൻ്റെ രണ്ടാമത്തെ ഒരു പേരാണ് എന്ത്, റഫറൻസ് വേരിയബിൾ. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ആ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ റഫറൻസ് വേരിയബിളാണ് ബി എന്ന് അസ്യൂം ചെയ്യുക.
എ എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിൻ്റെ റഫറൻസ് വേരിയബിളാണ് ബി എങ്കിൽ എ എന്ന് പറയുന്ന വേരിയബിളിനെ ബി എന്ന പേരിലും അറിയപ്പെടും. എന്ന് പറഞ്ഞാൽ എന്താ, ഒരൊറ്റ മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവുള്ളൂ. ഒറ്റ മെമ്മറി ലൊക്കേഷനെ എ എന്ന പേരിൽ അറിയപ്പെടും, ബി എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ റഫറൻസ് വേരിയബിളിൻ്റെ മെമ്മറി ലൊക്കേഷൻ സെപ്പറേറ്റ് ആയിട്ടൊരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവില്ല. ഏത് മെമ്മറിയുടെ റഫറൻസ് വേരിയബിൾ ആയിട്ടാണോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യാണ് ആര് ചെയ്യുക, ആ റഫറൻസ് വേരിയബിൾ ചെയ്യുക. അതൊന്നും കൂടെ നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഒന്നും കൂടെ ക്ലിയർ ആവും. Instead it will share the memory allocated to the actual argument. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യാണ് ആര് ചെയ്യുന്നത്, റഫറൻസ് വേരിയബിൾ ചെയ്യുന്നത്. ഇനി എങ്ങനെ നമുക്ക് റഫറൻസ് വേരിയബിൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫോർമൽ ആർഗ്യുമെന്റിന്റെ പ്രത്യേകത എന്താ, ഫോർമൽ ആർഗ്യുമെന്റ് നമ്മൾ പറഞ്ഞു ഫോർമൽ ആർഗ്യുമെന്റ് ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ് കൊടുക്കുക. ആ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഫോർമൽ ആർഗ്യുമെന്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഹെഡറിലാണ് ഫോർമൽ ആർഗ്യുമെന്റ് വരിക. അവിടെ വേരിയബിൾ മാത്രമേ വരുള്ളൂ, വേറൊന്നും വരില്ല. കോൺസ്റ്റന്റും വരില്ല, എക്സ്പ്രഷനും വരില്ല, വേറൊന്നും വരില്ല. വേരിയബിൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ വേരിയബിൾ കൊടുക്കുമ്പോൾ നമ്മളവിടെ ഡിക്ലെയർ ചെയ്യണ്ടേ ബ്രാക്കറ്റിൽ. അപ്പോൾ അവിടെ നമ്മൾ ആ ഡാറ്റ ടൈപ്പിൻ്റെയും വേരിയബിളിൻ്റെ ഇടയിൽ ആംപർസൈൻ സിമ്പൽ, ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഫോർമൽ ആർഗ്യുമെന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പും അതേപോലെ തന്നെ വേരിയബിളിൻ്റെ പേരുണ്ടല്ലോ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഏത് സിമ്പൽ കൊടുക്കുക, ആംപർസൈൻ സിമ്പൽ കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് സെറ്റ് ചെയ്യുന്നത്, റഫറൻസ് വേരിയബിൾ സെറ്റ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു സെറ്റ് എ റഫറൻസ് വേരിയബിൾ ആൻ ആംപർസാൻഡ് സിമ്പൽ ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ഡാറ്റ ടൈപ്പ് ആൻഡ് ദ വേരിയബിൾ ഇൻ ദ ഫംഗ്ഷൻ ഹെഡർ. നമ്മൾ കൊടുക്കുമ്പോൾ കാണുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻ തന്നെയാണ് ആ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോ, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഇതാണ് ഫംഗ്ഷൻ ഹെഡർ. ഈ ഫംഗ്ഷൻ ഹെഡറിൽ ഫോർമൽ ആർഗ്യുമെന്റ് സെറ്റ് ചെയ്ത് നോക്കിയേ. ഫോർമൽ ആർഗ്യുമെന്റ് ഇൻറ്റ് ആംപർസൈൻ സിമ്പൽ എൻ, ഇത് റഫറൻസ് വേരിയബിളാണ്. എൻ എന്ന് പറയുന്നത് റഫറൻസ് വേരിയബിളാണ്. ഏതിൻ്റെ, ഈ ആക്ച്വൽ ആർഗ്യുമെന്റ് ഇല്ലേ, ഈ ഒറിജിനൽ ആർഗ്യുമെന്റ് ഇല്ലേ, എക്സ് എന്ന് പറയുന്ന ഒറിജിനൽ ആർഗ്യുമെന്റിന്റെ അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ റഫറൻസ് വേരിയബിളാണ് ഏത്, എൻ. ഇതിപ്പോൾ എന്ന് പറയുന്ന റഫറൻസ് വേരിയബിളായി. എന്തുകൊണ്ടാണ് അങ്ങനെ റഫറൻസ് വേരിയബിൾ ആയത്, ആ ഡാറ്റ ടൈപ്പിൻ്റെയും ആ വേരിയബിളിൻ്റെ ആ വേരിയബിളിൻ്റെ ഇടയിൽ എന്ത് കൊടുത്തു, ആംപർസൈൻ സിമ്പിൾ കൊടുത്തു. അപ്പോൾ ഈ എൻ എന്ന് പറയുന്ന ഈ വേരിയബിൾ ഏത് മെമ്മറിയുടെ ലൊക്കേഷനാണ് ഷെയർ ചെയ്യുന്നത്, എക്സ് എന്ന് പറയും. എക്സ് അല്ല ഇപ്പോൾ ഒറിജിനൽ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെന്റ്, ഇതിൻ്റെ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യാണ് ചെയ്യുക. എന്ന് പറയുമ്പോൾ ആകെ ഒരൊറ്റ മെമ്മറി ലൊക്കേഷൻ ഉള്ളൂ. അതിന് ശരിക്കുള്ള പേരെന്താ, നമ്മൾ നോട്ട് ചെയ്തത് എക്സ് ആണ്. ഈ ലൊക്കേഷൻ തന്നെ വേറൊരു പേരിൽ അറിയപ്പെടും, ഏതാ, എൻ. അപ്പോൾ ഈ ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യാണ് ആര് ചെയ്യുന്നത്, എൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്നിന് എന്തെന്ന് പറയുന്നത്, റഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞത്. എക്സിൻ്റെ വേറൊരു പേര്, അതാണ് ഇവിടെ എഴുതിയത്. എ റഫറൻസ് വേരിയബിൾ ഈസ് ആൻ ഏലിയാസ് നെയിം ഓഫ് അനദർ വേരിയബിൾ. എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ്റെ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ രണ്ടാമത്തെ പേരാണെന്ത്, എൻ. അപ്പോൾ ഇവിടെ ഇനി ശ്രദ്ധിച്ചു, നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്തു, എക്സിലെ വാല്യൂ 20 ആണ്. ആ 20 എന്നുള്ള വാല്യൂ ഇവിടേക്ക് പാസ് ചെയ്തു. അപ്പോൾ എന്നിൽ ഇപ്പോൾ 20 ഉള്ളത്. ഇനി ഇവിടെ വന്നപ്പോൾ എന്നിലെ വാല്യൂ എന്തായി, 21 ആയി. 21. അപ്പോൾ ഇവിടെ എന്ത് വന്നു, 21 വന്നു. ഈ ലൊക്കേഷനിൽ 21 വന്നു. അപ്പോൾ ആ 21 എന്നുള്ളത് ഏതിനും ബാധിക്കും, എക്സിനും ബാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ ബൈ റഫറൻസ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് എങ്കിൽ, കോൾ ബൈ റഫറൻസ് എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് എങ്കിൽ, ഇനി ആ ഫംഗ്ഷനിൽ ഈ ഫോർമൽ ആർഗ്യുമെന്റിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ ഏതിനും ബാധിക്കും, ആക്ച്വൽ ആർഗ്യുമെന്റിനും ബാധിക്കും.
എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഈ ആദ്യം തന്നെ നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സ് എന്നുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അവിടേക്ക് 20 എന്നുള്ള വാല്യൂ കൊടുത്തപ്പോൾ അവിടെ 20 എന്നുള്ള വാല്യൂ ഉള്ളത് അല്ലേ. ഇനി ഈ 20 എന്നുള്ള വാല്യൂ ഇവിടേക്ക് പാസ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ 20 എന്നുള്ള ഈ എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ തന്നെയാണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ഈ എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനെ ആര് ഷെയർ ചെയ്യാണ്? എൻ എന്ന് പറയുന്ന വേരിയബിൾ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷനിൽ അറ്റ് എ ടൈമിൽ ഇവിടെ അറ്റ് എ ടൈമിൽ ഒരു വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ ഉള്ളത്? 20 ഉള്ളത്. 20. ഇനി ഇവിടെ വന്നിട്ട് നോക്കിയാൽ 20 എന്നുള്ളത് എന്തായി മാറി? 21 മാറി. പക്ഷേ ഏതിലെ വാല്യൂ നമ്മൾ മാറ്റുന്നത്? എന്നിലെ വാല്യൂ ആണ് മാറ്റുന്നത്, എക്സിലെ വാല്യൂ അല്ല. പക്ഷേ ആ എന്നിലെ വാല്യൂ 21 മാറിയതോടുകൂടി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ വാല്യൂ മാറും, എക്സിലെ വാല്യൂ മാറും. കാരണം ഒരൊറ്റ മെമ്മറി ലൊക്കേഷനാണ്. എന്നിനും എക്സിനും കൂടെ എത്ര ഉള്ളൂ? ഒരൊറ്റ ലൊക്കേഷനേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഫംഗ്ഷനിൽ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കും? ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ അല്ലെങ്കിൽ ഒറിജിനൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കും. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ 21 എന്നിട്ട് ആ 21 എന്നുള്ള വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. അതോടുകൂടി നേരെ പ്രോഗ്രാം കൺട്രോൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് എക്സിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ എക്സിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എക്സിലെ വാല്യൂ 21 കിട്ടുക. കാരണം എക്സിലെ വാല്യൂ 21 ആവാൻ നമ്മളിവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ എന്നിലെ വാല്യൂ 21 ആവാൻ വേണ്ടി ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്നിലെ വാല്യൂ 21 ആവുന്നതോട് കൂടിയാൽ ഇവിടുത്തെ വാല്യൂ 21 ആയിട്ടുണ്ടാവും, എക്സിലെ വാല്യൂ 21 ആയിട്ടുണ്ടാവും. കാരണം എന്താ, ഈ രണ്ടിനും കൂടെ ആകെ ഒറ്റ മെമ്മറി ലൊക്കേഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സിലെ വാല്യൂ എന്തായാലും കിട്ടുക? 21 എന്നാണ് കിട്ടുക. n is equal to 21 വരും. അതേപോലെ x is equal to 21 വരും. അപ്പോൾ റഫറൻസ് വേരിയബിൾ ആക്കിയിട്ടാണ് നമ്മൾ കോൾ ബൈ റഫറൻസ് എന്നുള്ള മെത്തേഡിലാണ് നമ്മൾ ഫംഗ്ഷൻ കാൾ ചെയ്യുന്നത് എങ്കിൽ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ ഫംഗ്ഷനിൽ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കും? ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കും. കാരണം രണ്ടിനും കൂടെ ഫോർമൽ ആർഗ്യുമെൻറ്റിനും ആക്ച്വൽ ആർഗ്യുമെൻറ്റിനും കൂടെ ഒരൊറ്റ മെമ്മറി ലൊക്കേഷൻ ഉള്ളൂ. മനസ്സിലായില്ലേ? നേരത്തെ ആദ്യത്തേലോ കോൾ ബൈ വാല്യൂ എന്നുള്ളതിലാണെങ്കിലോ രണ്ടിനും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷനാണ്. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇന്ന് മറ്റേ ഒറിജിനൽ ആർഗ്യുമെൻ്റ് എന്ന് അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ ഒരു വാല്യൂ മാത്രമാണ് അല്ലെങ്കിൽ കോപ്പി മാത്രമാണ് ഇവിടേക്ക് പാസ് ചെയ്യുന്നത്, ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ആ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കില്ല? ഒറിജിനൽ ആർഗ്യുമെൻറ്റിനെ അല്ലെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ബാധിക്കും, എഫക്റ്റ് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്യും. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഫംഗ്ഷൻ കാൾ ചെയ്യുന്നതിന് മുന്നേ എക്സിലെ വാല്യൂ 20. ഇനി ഫംഗ്ഷൻ കാൾ ചെയ്യുമ്പോൾ ഉണ്ടോ ഇവിടെ എന്നിന് വേറെ മെമ്മറി ലൊക്കേഷൻ അല്ലേ, എൻ എന്താ ചെയ്യുന്നത്? എക്സിൻ്റെ മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ 20. ഇനി ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? എന്നിലെ വാല്യൂ 21 ആവുകയാണ് അല്ലേ, എന്നിലെ വാല്യൂ 21 ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എക്സിലെ വാല്യൂ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഇവിടെ 21 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് ഇവിടെ നമ്മൾ ആദ്യത്തെ ഇതിൽ പോയിന്റ്. സിൻസ് ദ മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റഡ് ടു ദ ആക്ച്വൽ ആർഗ്യുമെന്റ് വിൽ ബി ഷെയർഡ് ബൈ ദ ഫോർമൽ ആർഗ്യുമെന്റ്. ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ മെമ്മറി ലൊക്കേഷൻ ആര് ഷെയർ ചെയ്യാണ്? ഫോർമൽ ആർഗ്യുമെന്റ് ഷെയർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ആ ഫോർമൽ ആർഗ്യുമെന്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ ഏതിനെ ബാധിക്കും? ആക്ച്വൽ ആർഗ്യുമെന്റിനെ ബാധിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. സിൻസ് ദ മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റഡ് ടു ദ ആക്ച്വൽ ആർഗ്യുമെന്റ് വിൽ ബി ഷെയർഡ് ബൈ ദ ഫോർമൽ ആർഗ്യുമെന്റ്, സോ മോഡിഫിക്കേഷൻസ് ഓഫ് formal argument within the function will be affect in the actual argument at the calling place. Clear അല്ലേ? ഇതാണ് രണ്ട് ടൈപ്പിലുള്ള ഫംഗ്ഷൻ കോളിംഗ് മെത്തേഡ്. കോൾ ബൈ വാല്യൂ എന്നുള്ള മെത്തേഡുണ്ട്, കോൾ ബൈ റെഫറൻസ് എന്നുള്ള മെത്തേഡുണ്ട്. ഇനി ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.